പൂർണ്ണമായിട്ടും ഈ സർക്കാർ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് ഫലമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് തെളിയിച്ചിരിക്കുക. PM ശ്രീ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കാമെന്ന നിലപാട് സർക്കാർ എടുത്തതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും സർക്കാരിന് ഒരു ഭരണപരമായ തീരുമാനത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ സംഘടനകളുടെയും ഭീഷണിയും സമ്മർദ്ദവുമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. PM ശ്രീ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഗുണകരമായ ഒരു മാറ്റത്തിന് കാരണമാവുന്ന പദ്ധതിയാണ്. നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അതുപോലെ നൈപുണ്യ വികസനത്തിനും കലാ കായിക സാംസ്കാരിക രംഗത്ത് കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനത്തിനും കുട്ടികൾക്ക് മികച്ച പോഷകാഹാരം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഏറെ സഹായകരമാണ് എന്നുള്ള വിലയിരുത്തൽ ഈ സർക്കാർ വന്ന ഉടനെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇതിനോടകം PM ശ്രീ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളതുമാണ്. VD സതീശൻ ആദ്യഘട്ടങ്ങളിലെല്ലാം അത് നടപ്പാക്കുന്നതിനോട് അനുകൂലമായിട്ടുള്ള നിലയാണ് സ്വീകരിച്ചത്. എന്നാൽ പാണക്കാടിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമ്മർദ്ദം കാരണം ഉപസമിതി തീരുമാനമായില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. വന്ദേമാതര വിവാദത്തിലും സർക്കാരിന് ഇതേ നിലപാട് തന്നെ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പൂർണ്ണ അർത്ഥത്തിൽ ആലപിക്കുന്നത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ഒരു ലജ്ജയുമില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം DK ശിവകുമാർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം അതിമനോഹരമായി പൂർണ്ണമായി ആലപിക്കുന്നത് നാം കണ്ടിട്ടും, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ആയാലും ജമ്മു കാശ്മീരിലെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയുടെ സർക്കാർ ആയാലും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വന്ദേമാതര ഗാനം പൂർണ്ണ അർത്ഥത്തിൽ ആലപിച്ചിട്ടും 4 വരി പോലും പാടാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തയ്യാറായില്ല. ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് കേരളത്തിൽ മാത്രം ഒരു നയം. നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസും ദേശീയ കോൺഗ്രസും അവർ പറയുന്നത് ഞങ്ങൾ ആദ്യത്തെ 2 സ്റ്റാൻസ പാടുന്ന. ആ 2 സ്റ്റാൻസ പാടുന്നതുമായി ബന്ധപ്പെട്ട AICC പരിപാടിയിലെ വിവാദം അവിടെ ഇരിക്കട്ടെ. പക്ഷെ കേരളത്തിൽ 2 സ്റ്റാൻസ പോലും ഞങ്ങൾ പാടില്ല എന്നാണ്. ഈ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കർണാടകത്തിലെയും മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും ഹിമാചൽ പ്രദേശിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും തെലങ്കാനയിലെയും എല്ലാം മുഖ്യമന്ത്രിമാർക്ക് വന്ദേമാതരം പാടാം. അർബൻ നക്സലുകളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നയിക്കുന്ന AICC നേതൃത്വത്തിന് 2 സ്റ്റാൻസ പാടാം. എന്നാൽ കേരളത്തിൽ മാത്രം ശ്രീ VD സതീശന് ഒറ്റ വരി പോലും വന്ദേമാതരം പാടാൻ ഞങ്ങൾ തയ്യാറില്ല. സർക്കുലർ ഇറക്കിയിരിക്കുക. ഇവിടെ ജനഗണമന മാത്രമേ പാടാവൂ. എന്തുകൊണ്ടാണ് ഈ വ്യതിയാനം ഉണ്ടാവുന്നത്, ഈ വ്യത്യാസം നേരിട്ട് കാണുന്നത്? കേരളത്തിലെ സർക്കാർ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്ര വർഗീയ ചിന്താഗതിക്കാരുടെയും സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. അതാണ് ഈ വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. ആശയപരമായ നിലപാടുകളുടെ കാര്യത്തിലും ഭരണപരമായ പല കാര്യങ്ങളിലും ഇത് പ്രകടമാണ്.
ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രീ വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞോ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം മുന്നണിയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രതിപക്ഷ മുന്നണിയുടെ കാര്യത്തിലും വളരെ പ്രകടമാണ്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ 5 കൊല്ലവും മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഞങ്ങളെ ആവർത്തിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ശ്രീ പിണറായി വിജയനെതിരായിട്ട് ഉയർന്നു വരുന്ന കേസുകളിലെ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയനായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മകൾ പ്രതിയായിട്ടുള്ള എക്സാലോജി കേസിൽ, കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് പണം അനധികൃതമായി വാങ്ങിയ കേസിൽ, SFIO കേസിൽ മോദിയും അമിത്ഷായും പിണറായിയെ സഹായിക്കുന്നു. ഇതായിരുന്നു 5 കൊല്ലവും പറഞ്ഞുകൊണ്ടിരുന്നത്. CJP എന്നാണ് രാഹുൽ ഗാന്ധി വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ശ്രീമാൻ പിണറായി വിജയനെയും മകളെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും മരുമകനെയും ഉൾപ്പെടെ ആരോപണ വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ കേസിലകപ്പെട്ടിട്ടുള്ള ആ കേസിനെ സംബന്ധിച്ച് 5 വർഷവും ശ്രീ വി ഡി സതീശനും UDFും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് BJP CPM ഡീലാണ് ഈ കേസിൽ നടന്നത്. SFIO കേസ് നീണ്ടുപോകാനുള്ള കാരണം നിരന്തരമായ കോടതി ഇടപെടലുകളായിരുന്നു. ഡൽഹി ഹൈക്കോടതി, കേരള ഹൈക്കോടതി, അങ്ങനെ നിരവധി കോടതികളിൽ എക്സാലോജി കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കരിമണൽ കർത്തയും പിണറായി വിജയനും സംയുക്തമായി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കേസിൻ്റെ തുടർ നടപടികൾ വൈകിയത്. അവസാനം ഈ സർക്കാർ പോയതിനു ശേഷമാണ് കേരള ഹൈക്കോടതി ആ കേസിൻ്റെ അന്വേഷണം തുടരാമെന്നുള്ള നില സ്വീകരിച്ചത്. ഉടനെ തന്നെ ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി. ഒരക്ഷരം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ 5 വർഷവും തങ്ങൾ എതിർത്ത, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരെ ചോദിച്ച, BJPയും CPMും തമ്മിൽ അന്തർധാരയാണെന്ന് പറഞ്ഞ ആ കേസ് സജീവ ചർച്ചാ വിഷയമായി ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം വി ഡി സതീശൻ മിണ്ടിയോ? തൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ നിയമസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ വളരെയധികം സമ്മർദ്ദത്തിലാക്കപ്പെട്ട ഒരു കേസ്, അദ്ദേഹത്തിൻ്റെ മകൾ മാത്രമല്ല മരുമകനും മക്കളിലേക്കെല്ലാം പോകുന്ന ഒരു കേസ്, കേവലം 2.78 കോടി രൂപയുടെ എക്സാലോജിക്കൽ CMRL നിന്ന് പണം ബാങ്ക് വഴി വാങ്ങിയ കേസല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 100 കണക്കിന് കോടി രൂപ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് CPMൻ്റെ നേതാക്കന്മാർക്ക്, മുൻ മുഖ്യമന്ത്രിക്ക്, അവരുടെ മക്കൾക്ക്, മരുമക്കൾക്കെല്ലാം കിട്ടിയ പണം എങ്ങോട്ട് പോയി? ഇതുമായി ബന്ധപ്പെട്ട മണി ലോണ്ടറിങ് കേസിനെ സംബന്ധിച്ച്, ഹവാല ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണവും വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഒരക്ഷരം ശബ്ദിക്കാൻ ശ്രീ വി ഡി സതീശൻ തയ്യാറായി. 5 വർഷവും രാഷ്ട്രീയ ആയുധമായി ഞങ്ങളെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച ഈ കേസ് ശരിയായ നിലയിൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ മൗനി ബാബയെ പോലെ വായ തുറക്കാതിരിക്കുകയാണ്. അതല്ലേ സത്യം? അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം കഴിഞ്ഞ 3 വർഷവും കേരളം കണ്ടത് ശ്രീ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും ശ്രീ വി ഡി സതീശൻ സർക്കാരിൻ്റെ വർഗീയ ശക്തികളുടെ മുമ്പിലുള്ള മുട്ടുമടക്കലുമാണ് എന്നുള്ളത് പ്രകടമായി തെളിഞ്ഞിരിക്കും. ഭരണ നടപടികളുടെ കാര്യത്തിൽ തങ്ങൾ LDF സർക്കാരിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല, ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് വിശദമാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 3 മാസവും കേരളം കണ്ടത്. എന്താണോ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അത് തന്നെ തുടരുന്ന ഒരു സർക്കാരായി, ഒരു കാർബൺ കോപ്പിയായി UDF സർക്കാർ മാറി. ഇവിടെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നതും ഒരു സുപ്രധാനമായ പദവിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജെയിൻ ഹവാല കേസിൽ LKA എന്നുള്ള ഒരു 3 അക്ഷരം വന്നപ്പോൾ, LKA എന്ന് പറയുന്ന ഒരു 3 അക്ഷരം വന്നപ്പോൾ BJP നേതാവായിരുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി സ്വീകരിച്ച ഒരു മാതൃകയുണ്ട്. ഇവിടെ പ്രകടമായി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മരുമകൻ, ഇനി മകനിലേക്കും അടക്കം എത്താവുന്ന ഒരു കേസാണിത്.
അതുകൊണ്ട് ആദ്യം തന്നെ പിണറായി വിജയൻ തൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. റിയാസിനെ സംബന്ധിച്ച് മടിയിൽ കനവില്ല, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? റിയാസ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി പരീക്ഷ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒന്നും പേടിക്കാനില്ലെങ്കിൽ അന്വേഷണം വഴിക്ക് പോവില്ലേ? പിന്നെ CPM-നകത്ത് ഞാനിപ്പോൾ അത് ഉത്തരവാദപ്പെട്ടൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഇപ്പം ആരും വരുന്നില്ലല്ലോ ബഹളം വയ്ക്കാൻ. ശ്രീമാൻ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സെർച്ച് നടന്നപ്പോൾ കാണിച്ച ആവേശം ഇപ്പോൾ റിയാസിൻ്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. CPM-ൽ ഇത് എല്ലാവരും കൺവിൻസ്ഡ് ആണ്. ഈ ബിസിനസ് ലോബികളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്, അവർക്കെല്ലാം ഇതിൽ മുതൽ മുടക്കാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു, ഇത് ഈ പണത്തിൻ്റെ ഉറവിടം എന്താണ്, ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് റിയാസിനോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞതിന് പകരം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഇനി ED-യെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാം. നേരത്തെ സർക്കാർ ഉണ്ടായിരുന്നുകൊണ്ടാണ്, പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാ, VD സതീശൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയന് കിട്ടിയതുപോലെ പോലീസിൻ്റെ സഹായം കൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തയ്യാറായാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് ഒരു പാപ്പരത്തമാണ്. രാഷ്ട്രീയമായി ഒന്നും നേരിടാനില്ല. ഇത് പൊളിറ്റിക്കൽ കേസല്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തു മുന്നോട്ട് വന്നൊരു കേസല്ല. ആദായനീതി വകുപ്പിന് മുമ്പിൽ ഈ കുടുംബം തന്നെ ഹാജരാക്കിയ രേഖകളും അവർ കൊടുത്ത സത്യവാങ്മൂലവും അവർ കൊടുത്ത കണക്കുകളും എല്ലാം അടിസ്ഥാനമായി ഉയർന്നു വന്ന ഒരു കേസാണ്. ഒട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലാത്തൊരു കേസാണ്. അത് ബുദ്ധിയുള്ള വിവേകമുള്ള എല്ലാ CPM നേതാക്കൾക്കും അറിയാം, അണികൾക്കും അറിയാം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ നോക്കി. റിയാസിനെയും സംഘത്തെയും സംരക്ഷിക്കാൻ ഒരൊറ്റ സൈബർ സഖാക്കൾ പോലും ഇത്തവണ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ വെറുതെ റിയാസിന് രക്തസാക്ഷി പരിവേഷം നൽകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കറിഞ്ഞ അല്ല ഏജൻസി, അത് ഞാൻ പറഞ്ഞ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, അതിപ്പോൾ കേസ് വരുമ്പോൾ ചോദ്യം ചെയ്യില്ലേ? അതിപ്പോൾ ഇത്ര പേടിക്കാനെന്നിരിക്കുന്നു. അല്ല, അറിഞ്ഞൂടെ എനിക്ക്. ഞാൻ ഏജൻസിയുടെ ഭാഗമല്ല, ഞാൻ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തനം. പാർട്ടിക്കാരെ മാത്രമല്ല, മറ്റു ചില വ്യവസായികള്, ബിസിനസ്, ഇപ്പം ഷൈജില്, പന്തയങ്കാവിലെ വാരിഷ് കളത്തികള്, ഫൈജാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരുമായിട്ട് നിങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നത്? അല്ല, എനിക്കെങ്ങനെ അറിയുന്നത്? ED ചോദ്യം ചെയ്യുന്നവരൊക്കെ ഞാൻ അവരുടെ ആധാരം ജാതകം എനിക്കെങ്ങനെ അറിയാം? എനിക്ക് ആളെ പോലും അറിയുന്നത് ആരാണ്? എന്തിന് ഞങ്ങൾ അന്വേഷിക്കുന്നത്? അവർ അന്വേഷിച്ച് നടത്തിക്കൊള്ളുമല്ലോ കാര്യം. അതറിയില്ല. നിങ്ങൾക്ക് ഇത്ര വെപ്രാളം എന്താണ്? അന്വേഷണം വരട്ടെ എന്ന്. ഞാനും അതെന്താണ് സംഭവിക്കുന്നത് കാത്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും നോക്കണം ഈ കേസുകളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുന്നു, കുറച്ച് സാവകാശം തരും. അറിഞ്ഞൂടാന്ന് എനിക്കറിയണ്ട. എൻ്റെ ചോദ്യം നിഖിലിനെ അറിയാം. നിഖില് സാധാരണ നിലയിൽ എനിക്കറിയാം. സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു ബിസിനസ് സംരംഭം വൻ മുതൽ മുടക്ക് നടത്തണമെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് സാധാരണ അങ്ങനെ ഒരു പതിവില്ല. നിഖിലിന് മാത്രം എങ്ങനെ ഒരു എക്സംഷൻ കിട്ടി? ഇതിൻ്റെ സാമ്പത്തിക ഉറവിടം എന്താണ്? എവിടെ നിന്നൊക്കെയാണ് വായ്പ എടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് മുതൽ മുടക്കിയിരിക്കുന്നത്? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ യഥാർത്ഥ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് പണം പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി പറയേണ്ടത് CPM-ആണ്. BJPക്ക് അതിൽ ഒരു കാര്യം മറുപടി പറയേണ്ട ആവശ്യമില്ല. ഒരു തൊഴിലാളി വർഗ പാർട്ടി എങ്ങനെയാണ് സ്വകാര്യ മൂലധനം ഇത്ര വലിയ തോതിൽ നിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? അത് അവരുടെ പാർട്ടി എന്നതാണ്. ഞങ്ങളെ പാർട്ടിയിൽ ആ പ്രശ്നമില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കോൺഗ്രസ്സിലില്ല, ജനാധിപത്യ പാർട്ടികളിലൊന്നുമില്ല.